അസ്സലാമു അലൈക്കും. എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും സമാധാനമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ എപ്പോഴും നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക. നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. ഒന്ന് നമ്മളെ എഫേർട്ടും, ഒന്ന് നമ്മളെ റിസൾട്ടും. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് താനെ വന്നോളൂ. റിസൾട്ടിലേക്ക് നമ്മൾ നോക്കേണ്ട, എഫേർട്ടിലേക്ക് നോക്കിയാൽ മതി. എത്രത്തോളം നമുക്ക് എഫേർട്ട് എടുക്കാൻ കഴിയും അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമ്മൾ ഇനി ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടോ എന്തെങ്കിലും വിഷമങ്ങൾ കൊണ്ട് നമ്മളെ തൊഴിലൊക്കെ നിർത്തി വെച്ച് ടെൻഷൻ അടിച്ച് കുറേ സമയം ഇരുന്ന് നമ്മളെ ടൈം പിന്നെ ഇങ്ങനെ നമ്മളിലൂടെ തന്നെ അങ്ങനെ കഴിഞ്ഞു പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രക്രിയയിൽ നീങ്ങരുത്. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മളെ മെഷീനൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടി നമ്മളതെങ്കിലും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരു ശ്രമം നടത്തി അതിൽ നിന്ന് മോചിതരാവുക. ഒരു കാരണവശാലും ഒരു വിഷമങ്ങൾക്കും നമ്മൾ പിടികൊടുക്കരുത്. സങ്കടങ്ങൾ വന്നുകൊണ്ടും അതാ വഴിക്ക് പോയും ചെയ്തോളും. ഒരിക്കലും നമ്മൾ ആരോഗ്യത്തെ ബാധിക്കണ രൂപത്തിൽ, മനസ്സിന് വിഷമത്തിലേക്ക് പിന്നെ ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ അതിനെ പിടികൊടുക്കാതെ മുന്നോട്ട് പോകുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാ. ഇന്ന് വന്നിട്ടുള്ളത് ഫ്രില്ലഡ് നൈറ്റി. ഫ്രില്ലിടും, ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രില്ലിടും. അപ്പോൾ അതിൽ 3 പീസ് കട്ടിങ് വരുമല്ലോ. നമ്മൾ നേരത്തെ കാണിച്ച സിമ്പിൾ കട്ടിങ് ആയിരുന്നു. അപ്പോൾ 3 പീസ് കട്ടിങ് വരുന്ന ഒരു നൈറ്റി ചെയ്യണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിലും ഫ്രണ്ടിലും നെറിവ് വരുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ 3 പീസ് കട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബോർഡിൽ വരച്ചൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കും നോക്കാം. ഓക്കെ, ലെങ്ത്ത് എടുത്തു. ഇത് നമ്മൾ ഷോൾഡർ എടുത്തു കേട്ടോ. ഷോൾഡർ നമ്മൾ എടുത്തത് 7.5 എടുക്കുന്നത്. ഓക്കെ, ആ ഷോൾഡറിന് ആം ഹോൾ കൊടുത്തു കേട്ടോ. ഈ 7.5 നമ്മൾ ആം ഹോൾ കൊടുത്തു. പിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു നേരത്തെ 1.5 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഇടുക. ഓക്കെ, 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടു. ഇതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ വരച്ചെടുത്തു. ഇത് നമുക്ക് ബോഡിയിലുള്ള ആം ഹോളിൻ്റെ ഇതാണ്, കർവാണ് കേട്ടോ. ഇതിങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇതൊക്കെ ഓൾറെഡി തുണിയാണല്ലോ അല്ലേ, തുണിയാണെന്ന് സങ്കല്പിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ 1 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് മേലോട്ട്. ഇവിടെ നമ്മൾ 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തു. നമ്മൾ ഈ 10 ഇതാ, ഈ 1.5 നമ്മൾ ഇങ്ങോട്ട് ഇടുക കേട്ടോ. 1.5 ഈ 10ൽ നിന്ന് ഈ 10ലേക്ക് നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക് കേട്ടോ, ഇതിലേക്ക് നമ്മൾ കേട്ടോ ഇങ്ങനെ വരണം. ഈ 1.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യണത് നെക്കിൻ്റെ വിടുത്ത് നോക്കുകയാണ്. അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് 6 ഇഞ്ച് വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. കാരണം കട്ടിങ്ങിൽ ബാക്കി പോകും കേട്ടോ. 2.25 ഇഞ്ച്. 5.5 ഇഞ്ച് ലെങ്ത്ത് വേണമെങ്കിൽ 5.5 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ മതി. 6 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ 5.5 ഇഞ്ച് ലെങ്ത്തും ഓക്കെ 6 ഇഞ്ചിക്ക് 2.25 ഇഞ്ച് വിടുത്തും. 6 ഇഞ്ച് 3 മാർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ച് പോകും, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടുന്ന് മേലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നോക്കട്ടെ, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്. അപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 3 ഇഞ്ചല്ല, 3.5 ഇഞ്ച്. നോക്കട്ടെ കേട്ടോ, ടാപ്പ് വെച്ചിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഓക്കെ, ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക. ഓക്കെ, ഇതിലേക്ക് വരയ്ക്കുക. പിന്നെ അങ്ങോട്ട് വരക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി നോക്കുക. ഇവിടെ നമുക്ക് 9.5 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ 9.5 നമ്മൾ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊരു 11 ഇഞ്ച് ചെസ്റ്റുള്ള ആളാണ് കേട്ടോ. 11 ഇഞ്ച് ചെസ്റ്റുള്ള ആളാണ്. 11 + 1 12. ഇപ്പോൾ ഇവിടെയാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ 9.5 എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ 1 ഇഞ്ചിൽ 9.5 പടി കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക്, ഇതെന്താണ്? ഇത് നമുക്ക് ഇതിൽ ബാക്കിയുള്ള ആം ഹോളാണ്. ഇതിൽ ബാക്കിയുള്ള ആം ഹോളാണ്.
അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ഇത് മാത്രമേ സാധാ പിന്നെ ഫ്രിൽ നൈറ്റി, ഇപ്പോൾ സാധാ ഫ്രിൽ നൈറ്റി ആണെങ്കിൽ ഈ സംഭവം വേണ്ട. ഓക്കെ, ഇത് ഇപ്പോൾ അടനെ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു പ്രിൻസസ് കട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേലോട്ട് 1 ഇഞ്ചും ആ 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ചിലും ചെരിച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, 3.5 ഇഞ്ചിൽ ചെരിച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനെങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൈ കിട്ടും. കണ്ടോ, ഇതല്ല ഇതിൻ്റെ 10 എന്ന് പറഞ്ഞ ലൈന്, ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് വരിക. കണ്ടോ, ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തുണിയിൽ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതൊന്ന് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്ത് നോക്കാം. പിന്നെ നൈറ്റിൻ്റെ ലെങ്ത്ത് നോക്കട്ടെ. അപ്പം ലെങ്ത്ത് 54 ഇഞ്ച് ലെങ്ത്തുള്ള ഒരാൾക്കാണ്. അതിലേക്ക് 3 കൂട്ടിയിട്ട് 57 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം തുണിനെ നമ്മളിങ്ങനെ 2ആയി മടക്കുക കേട്ടോ. സെപ്പറേറ്റ് ആയിരിക്കണം ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് 2 അങ്ങനെ 2ആയി മടക്കി എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 57 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ചാണ് ഷോൾഡർ കേട്ടോ. 7.5 അവർക്ക് 7 മതി കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ മതി, അതിന് മാത്രമുള്ള ആളുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ആ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. എത്രയാണോ പോലെ ഷോൾഡർ അത് നമ്മൾ ആം ഹോളിനും മാർക്ക് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെയും 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിത് കറക്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചെരിച്ച് വരച്ചു കൊടുക്കുക. കുറേ പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നെക്കിൻ്റെ പിന്നെ നൈറ്റിൻ്റെ നെക്ക് കയറി പോകണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അതിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും കേട്ടോ. ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 10 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. നേരത്തെ നമ്മൾ നോർമൽ നൈറ്റ് ചെയ്യുമ്പോൾ 10.5 ആയിരുന്നു എടുത്തിരുന്നത്. ഇത് നമുക്ക് 10 ഇഞ്ച് മതി കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ വീണ്ടും ഒരു ലൈൻ വരച്ചു. ഈ ലൈനൊക്കെ വരക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവണം. പിന്നെ നേരത്തെ പറഞ്ഞു, പിന്നെ കുറച്ച് സ്പീഡായി പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മളങ്ങനെ സ്പീഡായി ചെയ്തു പോകുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പീഡ് കൂട്ടുന്നതല്ല കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഞാനത് ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് പറയണത്. ഇനി നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. മേലേക്ക് 1 ഇഞ്ചും താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചും മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയമില്ലല്ലോ. ഇനി ഇവിടെ എത്രയുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് കിട്ടിയത് 8.5 ആണ്. അപ്പോൾ ഈ 8.5 മൈനസ് ചെയ്യുക. ആൾക്ക് വേണ്ടത് 11 ആണ്. 11 + 1 തുമ്പ്, ഇപ്പോൾ 12 അല്ലേ. അപ്പോൾ ഈ 8.5 ഇഞ്ചിനെ ഞാൻ മൈനസ് ചെയ്തിട്ട് 11 + 1 12. ഇതാ ഈ 8.5 മാർക്ക് ചെയ്യണം. 8.5 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടുത്തെ അളവാണ് ഇവിടെ ഈ 8.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് 8.5 മാർക്ക് ചെയ്തു. ഇവിടെ നമ്മളൊരു ബോക്സ് ആക്കി കേട്ടോ. ഈ 8.5 മാർക്ക് ചെയ്തതിനെ നമ്മളിപ്പോൾ 3 ഇഞ്ച് ഇത് ചെയ്തില്ലേ, അതിന് നമ്മളൊരു ബോക്സ് ആക്കി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചില്ലേ, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും വരക്കുക. ഇതിലേക്ക് ഈ ഒന്നിതാ ഇതിലേക്ക് വരക്കുക. അതും ഇവിടുന്ന് 10 ഇഞ്ച് നിന്നാണ് കേട്ടോ വരക്കേണ്ടത്. 10 ഇഞ്ച് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോയി. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ആം ഹോൾ കർവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ആം ഹോൾ ഇത്രയേ ഉള്ളൂ. ഇത് കൂടുതലാവണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കയറി വരണം. ഓക്കെ, പിന്നെ നമ്മൾ നെക്കാണ് നോക്കുന്നത്. നെക്ക് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 5.5 മതി. അപ്പോൾ ഇവർക്ക് 5.5 മതി. അവിടെ നമ്മൾ 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവർക്ക് ആകെ 5.5 മതി. അപ്പോൾ ഞാൻ 2.5 എടുക്കുകയാണ് കേട്ടോ. 2.5 എടുത്തു. ലെങ്ത്ത് ഞാൻ എടുത്തത് 6 ഇഞ്ച് എടുത്തു കേട്ടോ. 6 ഇഞ്ച് ലെങ്ത്ത് എടുത്തു. എന്നിട്ട് അല്ലെങ്കിൽ നമുക്കിവിടെ 3 എടുക്കാം. ലെങ്ത്ത് കുറച്ച് കുറഞ്ഞോട്ടെ നെക്ക്, അതാണ് നല്ലത്. 2.25 ഇഞ്ച് വിടുത്തും 5.5 ഇഞ്ച് ലെങ്ത്ത് മതി. ഇത് എന്താണെന്ന് വെച്ചാൽ നൈറ്റി അല്ലേ, അപ്പോൾ കൂടുതൽ ഇട്ടാലുള്ള കുഴപ്പം ഇങ്ങനെ മുന്നോട്ട് നമ്മളിപ്പോൾ കുറേ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ആലോചനയായി പോകും. അപ്പോൾ വിടുത്ത് കൂട്ടിയിട്ട് ലെങ്ത്ത് കുറക്കുകയാണ് നല്ലത്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ 2.25 ഇഞ്ച് വിടുത്തും 5.5 ഇഞ്ച് ലെങ്ത്തും എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ലെങ്ത്താണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇനി തുമ്പ് കൂട്ടുക തുമ്പ് കുറക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട, അതൊക്കെ കൺഫ്യൂഷൻ കൂട്ടുള്ളൂ. അപ്പോൾ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇപ്പോൾ 6 ഇഞ്ച് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ വിടുത്തിലാണ് നമ്മൾ 4 ഇഞ്ച് കുറക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തു. നമ്മളെ നൈറ്റിൻ്റെ മുൻഭാഗത്ത് ഒരു ചെറിയ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് കൊടുത്തു. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വരച്ചു. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വരച്ചു. കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഇനി നമ്മൾ ചെയ്യണത് ഇവിടെ എത്രയാണ് ലെങ്ത്ത് ഉള്ളത് നോക്കുക. ഇവിടെ എത്രയുള്ളത്? 4.5. ആ 4.5 തന്നെ ഇവിടെയും വരാൻ പാടുള്ളൂ. ഇവിടെ കണ്ടോ? നമ്മൾ ഈ ഷേപ്പ് ചെയ്ത ഭാഗത്ത് ഇവിടെ ആ 4.5 ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നും കൂടെ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ഒരു റൗണ്ട് എത്രയാണോ 4.5 ആ റൗണ്ടാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 4.5 വരുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കുമ്പോൾ 4.5 ഷേപ്പ് ചെയ്ത ഭാഗത്തേക്ക് കയറ്റി വെക്കുമ്പോൾ 4.5 നമുക്ക് ഇവിടെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൈയാണ്. കൈ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കൈ വരുന്നത്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യണ മുമ്പ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ ഇവിടെയും കട്ട് ചെയ്തു. ഇത് മുൻ പീസാണ് കേട്ടോ. ഇതും മുൻ പീസാണ്. പിന്നെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്തു. ഓക്കെ, കണ്ടോ? ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ പീസ് നമ്മൾ കാണിക്കാം. കണ്ടോ? ഇതിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തിട്ടോ. താഴ്ഭാഗത്തെ പീസ് നമുക്ക് ഇത് ബാക്കിൽ പിന്നെ ഫ്രില്ല് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത് ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ഇതാണ്. ഈ പീസാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തത്. കണ്ടോ? ഇത് ബാക്കിലും ഫ്രണ്ടിലും ഫ്രില്ല് ഇടാനുള്ള ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഇവിടെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടോ? ഇതിപ്പോൾ നമുക്ക് ബാക്കും മുന്നും ഒരുപോലെയാണ്. പക്ഷേ ഈ മുൻവശത്തെ പീസിലാണ് നമ്മൾ 3 പീസ് കട്ടിങ് ചെയ്യണത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഷോൾഡറിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? ഷോൾഡറിനെ കട്ട് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഈ പീസ് ഈ പീസും നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ട. ഓക്കെ, നമ്മൾ ഈ ബാക്ക് പീസും നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ പോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഷേപ്പിംഗ് ഒരുപോലെ വന്നു. ഇതും ഒരുപോലെ വന്നു, ഷേപ്പിംഗ് വന്നു. ഫ്രണ്ട് പീസിൽ മാത്രമാണ് നമ്മൾ പിന്നെ നെക്കിൽ വ്യത്യാസം ഉണ്ടായത് അല്ലേ? നെക്കിലുള്ള വ്യത്യാസത്തിലാണ് നമ്മൾ ഈ ഒരു കട്ടിങ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് പീസിൽ നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. താഴ്ഭാഗത്തേക്ക് കൂടുതൽ വേണ്ട, ബാക്ക് ഭാഗത്ത് കൂടുതൽ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഒരു 2.5 ഇഞ്ചിൽ നമ്മൾ പിന്നെ മേലോട്ട് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, 2.5 അല്ല 3 ആയിരിക്കും. നോക്കട്ടെ കേട്ടോ. 3.5 ഇഞ്ച് കേട്ടോ. ബാക്ക് ഭാഗത്ത് നെക്ക് 3.5 ഇഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ വരച്ച് കഴിഞ്ഞാലും ഫ്രണ്ടും ബാക്കും ഇത് ഒന്നിച്ച് വെട്ടുക. ഈ സംഭവമാണ് നിങ്ങൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വെട്ടേണ്ടത് കേട്ടോ. ഓക്കെ, ഈ 2 സംഭവമാണ് നിങ്ങൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വെട്ടേണ്ടത്. പിന്നെ നമ്മൾ കയ്യിൻ്റെ
ഇത് നോക്കുക, ആം ഹോൾ ലെങ്ത്ത് നോക്കുക. ഇത് 9.5 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 9.5 6 ഇഞ്ച് കിട്ടിയാൽ മതി കേട്ടോ. ഈ 6 ഇഞ്ചാണ് നമുക്കിവിടെ ഷേപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കും. ഓക്കെ, ഇതേപോലൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ആം ഹോൾ ഉണ്ടാവില്ല, അത് കുറവായിരിക്കും. നമ്മളൊന്ന് വെച്ച് നോക്കുക കേട്ടോ, ആം ഹോൾ ഉണ്ടോ എന്ന് വെച്ച് നോക്കുക. ഇതാണിപ്പോൾ അതിൻ്റെ ആം ഹോള്. ഇപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് പോയാൽ കണ്ടോ, കുറച്ച് തുണി ഇവിടെ കുറവാണ്. അപ്പോൾ കുറച്ച് തുണി നമുക്ക് ഇതിൽ മാക്സിമം കിട്ടണ പോലെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, എന്നിട്ട് ഈ പീസ് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുക ചെയ്യുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് കയ്യിൻ്റെ സ്റ്റിച്ചിങ് വരിക. കണ്ടോ, ഇവിടെ ഒരു ചെറിയ പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ, അത് ഇത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമ്മളിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഈ കളർ ചെയ്യുമ്പോൾ ഈ പീസ് ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇതും വെക്കുക കേട്ടോ. കാരണം എന്താ, ഇത് രണ്ടും നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചാൽ രണ്ടും ഒരു വശത്തേക്ക് വരും, ഇത് ഒരു വശത്തേക്ക് വരും. അപ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, അതിനകം പുറമൊക്കെ ഇല്ലാത്ത തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഇങ്ങനെ തന്നെ വെക്കാതിരിക്കുക, ഒന്നിച്ച് തന്നെ വെക്കുക, ഒരു പിന്നുത്തി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ചോക്കെടുത്താൽ പിന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഷേപ്പ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ പിന്നെ നമുക്ക് കട്ടിങ്ങിൽ ഒരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിന് ലേസ് വെച്ചിട്ടും ചെയ്യാം, ഇത് നമ്മൾ ലേസ് വെക്കാതെയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം പഠിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇതിവിടെ ഒരു വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു, അതിന്മേലാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യണത്. ഞാൻ ബ്ലൂ തന്നെ വെച്ചത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. പീക്കോക്ക് ഉണ്ട്, ഇപ്പോൾ രണ്ടും പീക്കോക്ക് ആകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഇതൊരു ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ റൗണ്ടിങ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ലേശം ഡിസ്റ്റൻസ് ഇട്ട് ചെയ്യുക കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമ്മളിത് മടക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മടക്കുന്ന സമയത്ത് ഒരിത്തിരി പോരായിക വരും. ചെറിയ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒരു കാരണവശാലും കത്രിക സ്റ്റിച്ചിമ്മ കൊള്ളരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താ പറഞ്ഞത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ അങ്ങനെ നമ്മൾ ഇത് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇത്തിരി അല്ലേ ഇതുള്ളൂ. കണ്ടോ, ഇവിടെയൊക്കെ കറക്റ്റ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് വരാതെ ഉള്ളോട്ട് പോകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ചെറിയ ഒരിത്തിരി കൂടുതലിട്ട് കട്ട് ചെയ്യണം പറയണത്. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് ഫിനിഷിംഗ് ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ മുൻപീസിൻ്റെ ഒരു ഭാഗം ഓക്കെ ആയിട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റിച്ചും എക്സ്ട്രാ തുമ്പിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കത്രികൻ്റെ തലപ്പിട്ട് ഒരു കാരണവശാലും സ്റ്റിച്ചിമ്മ കൊള്ളരുത്. സ്റ്റിച്ചിമ്മ കൊണ്ടാൽ അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടും കേട്ടോ. ഇതും നമ്മൾ ഇതേപോലെ തന്നെ നഖം കൊണ്ടൊന്ന് കോറി കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മളിത് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം.
അത് നമ്മൾ മുൻപീസ് രണ്ടും, എന്നിട്ട് നമ്മൾ ബാക്കി ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, ഇത് ലേസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ലേസ് വെച്ചിട്ട് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നമ്മൾ സിമ്പിളിൽ ചെയ്ത് നോക്കുക എങ്ങനെയാണെന്ന് കണ്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി നമ്മൾ ഈ പീസ് ഇതാ, ഈ 2 പീസ് മാറ്റി വെച്ചു. ഈ പീസ് നമ്മൾ മുകൾ ഭാഗത്ത് കേട്ടോ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ തുണി കിട്ടുന്നുണ്ടോ നോക്കണം. നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ചോക്ക് കൊണ്ട് വരക്കാം കണ്ടോ. ഈ ഒരു ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇതിനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഓരോ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് നഖം കൊണ്ട് കോരി കൊടുക്കുക. നഖം കൊണ്ട് കോരി കൊടുക്കണം എന്തിനാ, നമുക്ക് മടക്കുമ്പോൾ കറക്റ്റ് കിട്ടാനാ. പിന്നെ നമുക്ക് ഒരു വഴിയും കൂടെ ഉണ്ട്, മടക്കുമ്പോൾ കറക്റ്റ് കിട്ടാൻ നമുക്ക് ഈ ഇതാ ഇത് ഉള്ളിൽ വെക്കണ പീസ് ഇതാ, ഈ പീസ് ഇങ്ങോട്ടാക്കിയിട്ട് ഈ തുമ്പൊന്ന് സ്റ്റിച്ച് ചെയ്തു. സോറി, ഈ ലൈനിങ്ങുമ്മക്ക് തുമ്പ്, ഇതിൻ്റെ തുമ്പ് ഈ ലൈനിങ്ങുമ്മക്ക് പോകണം. ഒരിക്കലും ഇതുമ്മക്ക് വരരുത്, ഇങ്ങനെ മേലോട്ട് വരണം കണ്ടോ. മേലോട്ട് വന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് മടക്കുക. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് കണ്ടോ, ഇതിൻ്റെ ഒരു ഫിനിഷിങ് വേറെ തന്നെ മനസ്സിലാക്കാൻ കഴിയും കണ്ടോ. നല്ല വൃത്തിക്ക് വന്നില്ലേ. ഈ സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളോട്ടാണ് പോയതെങ്കിൽ പോലും നമുക്ക് ഇവിടെ അങ്ങനെ പുറകോട്ട് തള്ളണ ഒരിത് വരില്ല. ഏത് നെക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ നമ്മളൊന്ന് കറക്റ്റ് ആവാനാണ് ഈ ക്ലോത്തിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, അല്ല സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ടില്ല, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇത്ര ഫിനിഷിങ്ങിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉൾവശത്ത് ഇട്ട ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഫിനിഷിംഗ് ഇല്ല, നെക്ക് ഫിനിഷിംഗ് കിട്ടില്ല, അതേപോലെ ആരി വർക്ക് വരുന്ന വർക്കാണ് നെക്കിലുള്ളത് എന്നുണ്ടെങ്കിൽ, ചുരിദാറിലൊക്കെ അങ്ങനെ വർക്ക് വന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ മേൽഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് പിന്നെ നൈറ്റി ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രം. ഇതിപ്പോൾ കല്ല് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കല്ലൊക്കെ വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഉൾവശത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നല്ലാതെ പുറത്ത് സ്റ്റിച്ച് ഒരു കാരണവശാലും ഇടരുത് കേട്ടോ. ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോണൊക്കെ പൊട്ടിപ്പോവുക, സൂചി പൊട്ടുക, പല പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3 പീസ് ഓൾറെഡി ഓക്കെ ആയില്ലേ. ഇനി നമ്മൾ ഈ പീസ് ഇതാ, ഈ പീസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതേപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വെക്കുക. ഇതിവിടെ കറക്റ്റായിരിക്കണം വെക്കുന്നത്, ഇങ്ങനെ കറക്റ്റായിരിക്കണം കണ്ടോ. ഇതിവിടെയും കറക്റ്റായിരിക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, 1/2 ഇഞ്ച് വെച്ചിട്ട് അതിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോഴന്നെ ഇതിൻ്റെ കറക്റ്റ് ഫിനിഷിങ്ങൾക്ക് വരും കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതിവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് വന്ന പോലെ ഈ ബ്ലൂ വന്നു അല്ലേ, ഒരു പൈപ്പിങ്ങിൻ്റെ പോലെ നമുക്കവിടെ വന്നു. അതേപോലെ നമ്മൾ ഇവിടെയും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഇത് വളരെ സിമ്പിളാണ്. നമുക്കിത് പറഞ്ഞു തരുന്ന ശൈലിയിലാണ് ഇത് കുറച്ച് പ്രയാസമായി തോന്നുക. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എഫേർട്ട് റിസൾട്ടുമാണ്.
നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ ആ എഫേർട്ടിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആദ്യം റിസൾട്ടിക്ക് നോക്കിയാൽ നമുക്ക് എഫേർട്ട് ബാക്കിയാവും. ഓക്കെ, കാരണം നമുക്ക് എഫേർട്ട് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. ഒരു കാരണവശാലും നിങ്ങൾ റിസൾട്ടിക്ക് ആദ്യം നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ എഫേർട്ടിലേക്കാണ് കേട്ടോ. ഇനി നമ്മൾ ഇതും കൂടെ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മാഷാ അല്ലാ പിന്നെ ഒരു പൈപ്പിംഗ് വെച്ച ഒരു ഫീലിംഗ് ഇതിന് വന്നിട്ടുണ്ട് അല്ലേ, വന്നില്ലേ? അപ്പോൾ അതൊരു ഭംഗിയാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഒരു ഇതിന് മാച്ച് ആവണ വേറൊരു കളർ വെച്ചിക്കാണ്ട് ചെയ്ത് നോക്കുക. അപ്പോഴൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുമേൽ നമ്മൾ ഇത് ഫ്രില്ലിടുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും ഒന്നിച്ച് പിടിച്ചു. ഓക്കെ, ഇത് രണ്ടും ഒന്നിച്ച് പിടിച്ചിട്ട് ഇവിടെ ഒന്നിച്ചാണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെയാണ്, ഇവിടെ ഒന്നിച്ചാണ്. എന്നിട്ട് ഇവിടെ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കണം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ. ഇത് ഞാനിപ്പോൾ വീഡിയോൻ്റെ ലെങ്തിക്ക് വേണ്ടി നിങ്ങളടുത്ത് പറയല്ല, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് പൊസിഷനിൽ കാര്യങ്ങൾ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ മടിക്കരുത്. ഒരു ഏകദേശ രൂപേണ ചെയ്യരുത്, കറക്റ്റായിട്ട് ചെയ്യുക. എന്താണോ നമ്മൾ ചെയ്യണത് അതിൽ പൂർണ്ണത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ചെയ്യണേക്കാളും നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യണതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പീസാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു പീസിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. മാഷാ അല്ലാ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഒന്നേ ചെയ്തുള്ളൂ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഞെറിവിടുക കേട്ടോ. അപ്പോൾ ഞെറിവിടാൻ നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ്, 2 പീസും സെയിമാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഈ 2 പീസും ഒരേപോലെയാണ് ഈ കട്ടിങ് വന്നിട്ടുള്ളത്. ഞാൻ അതൊന്ന് എക്സ്ട്രാ എടുത്ത് പറയണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മുകൾ ഭാഗത്തെ കട്ടിങ്ങിൽ കൺഫ്യൂഷൻ ആവുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്ക് പേടിയാണ്. കാരണം നിങ്ങളിത് എത്രയോ ആഗ്രഹിക്കുന്നുണ്ടാവും ഇതുപോലെ ചെയ്യാൻ. നമുക്കൊരു സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അപ്പോൾ ഇത് കുറച്ച് ചെറുതും ഇത് വലുതും ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ കൂട്ടി കൊടുത്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊന്ന് ചെറുതും ഈ ബാക്കിലുള്ളത് വലുതും ആവണത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോരായ്മല്ല, അത് അതിൻ്റെ പോസിറ്റീവാണ്. അത് റെഡി ആണെന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഒന്ന് ചെറുതും ബാക്ക് പീസ് വലുതും ആവണത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടിനും ഒരേ കട്ടിങ്ങാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരേ കട്ടിങ് ആകെ വന്ന കട്ടിങ്ങിൻ്റെ വെറൈറ്റി വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് പീസിൽ ഇത് 3 പീസ് ആക്കി എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിലും നമ്മൾ വ്യത്യസ്തത വരുത്തിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യണ സമയത്ത് തന്നെ ഇത് ഇങ്ങോട്ട് കറക്റ്റായിട്ട് വെട്ടിയെടുത്തോണ്ടു. ഞാൻ വെട്ടിയപ്പോൾ ആദ്യം ഇതാണ് വെട്ടിയത്, പിന്നീടാണ് ബാക്ക് പീസ് വെട്ടിയത് എന്നുള്ളൂ. ഈ താഴ്ഭാഗത്തെ സംഭവം ബാക്ക് പീസിൽ ഞെറിവിടാൻ പറ്റിയ സംഭവമാണെന്നുണ്ട്. ബാക്ക് പീസിൽ ഞെറിവില്ല എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് കട്ടിങ്ങാണ്. ബാക്ക് പീസിൽ ഞെറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 10 ഇഞ്ചിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് കറക്റ്റായിട്ട് വെട്ടി ആം ഹോളിലേക്കുള്ള കർവിലേക്കാണ്ട് വെട്ടി കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. പിന്നെയാണ് നമ്മൾ ഇതിനെ മാത്രം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് രണ്ടും ഒന്നിച്ച് ഒരു കാരണവശാലും കട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഞെറിവിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു കട്ടിങ് കൊടുത്തു. ഇത് ഇതിൻ്റെ സെൻറ്ററാണ് കേട്ടോ, ഇതിൻ്റെ സെൻറ്റർ പോർഷനാണിത്. ഇതിലേക്കൊരു കട്ടിങ് കൊടുത്തു. അപ്പോൾ കട്ടിങ് കൊടുത്താൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കാണുന്നുണ്ടോ ഞെറിവിടണ കാണോ, ഇവിടുന്ന് ഈ ദിസ് ഇങ്ങനെ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഈ തുടക്കതാ ഇവിടുന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതല്ലേ ഞെറിവ് ഇല്ല കട്ടിങ്, ഈ കട്ടിങ്ങും ഒന്നിച്ച് വെക്കുക കേട്ടോ. ഈ കട്ടിങ്ങും ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഞെറിവിട്ട് നോക്കുക. 1 2 3 ഉണ്ടോ, ഇങ്ങനെ 4 5 6. അപ്പോൾ 6 ഞെറിവാണ് നമുക്ക് കിട്ടിയത്. ബാക്കിയൊക്കെ നമുക്ക് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഞെറിവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ബാക്കി നമ്മൾ പിന്നെ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞെറിവാണ് ഇടുന്നത്. അപ്പം അവിടെ നോക്കിയ പോലെ നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഈ നൈറ്റിൻ്റെ കട്ടിങ് മാത്രം ഇട്ടിരുന്നു, അന്ന് എനിക്ക് സമയമില്ലായിരുന്നു സ്റ്റിച്ച് ചെയ്യാനുള്ള.
അപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെ കട്ടിങ് ഉപകാരപ്രദമായി, പക്ഷേ സ്റ്റിച്ചിങ് ഇല്ലാഞ്ഞിട്ടൊരു നിരാശ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പിന്നെ ഫ്രില്ലഡ് നൈറ്റി നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് പീസ് ചെയ്യണ പോലെ ചെയ്താൽ മതി. അതല്ല മുന്നിൽ ഇങ്ങനെ ബാക്കിൽ അങ്ങനെ സിമ്പിളുമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പിന്നെ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇത് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ എന്തുണ്ടെങ്കിലും ഏത് സബ്സ്ക്രൈബ് ആയാലും ഇനിയിപ്പോൾ വിളിച്ചാൽ എന്നിട്ട് എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഒരു പക്ഷേ മെസ്സേജ് അയച്ചാൽ ഞാൻ ഇനിയിപ്പോൾ പിന്നെ കമൻറ്റൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധപ്പെടില്ല. ഒന്നാമത്തെ കുറച്ച് തിരക്കുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് പിന്നെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. എല്ലാവരുടെ അടുത്തും പറയണേ മാക്സിമം കോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിവിടെ കറക്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുക. പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ എനിക്കത്ര ഒരു താല്പര്യമില്ല. നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ എനിക്കത്ര തന്നെ അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമ്മൾ ചെയ്തത്. പിന്നെ ഇനി ആർക്കെങ്കിലും ഇൻഷാ അല്ലാ ഇത്ര വീതി ഇത് വേണ്ട, എനിക്ക് ഇതിനേക്കാളും കുറച്ച് വീതി മതി എന്ന് ചിന്തിക്കണവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ 10 എടുത്തത് 9 എടുത്താൽ മതി. ഓക്കെ, 10 ഇപ്പോൾ നമ്മൾ ലെങ്ത്ത് എടുത്തത് 9 എടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീതി ഇതിനേക്കാളും കുറഞ്ഞ് കിട്ടും. ഞാനൊരു നോർമൽ വീതി 10 ആണെന്ന് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ചിലർക്ക് ഒരു പക്ഷേ ഇത്ര വീതി വേണ്ടാന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന സാഹചര്യം, ഇനി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് നമ്മൾ 10 മാർക്ക് ചെയ്തതിന് പകരം 9 മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ പീസ് അടുത്ത ഭാഗവും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെട്ടിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വെട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഈ ബാക്ക് പീസിൻ്റെ ഇതേപോലെ ഫ്രണ്ടിലും മതി എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞെറി വിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഇതേപോലെ തന്നെ ഇവിടുന്ന് തുടങ്ങുക. ഇത് അമ്മ ആംഹോളിന് വേണ്ടിയിട്ട് കണ്ടോ കുഴിച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഇവിടെ ഉണ്ടല്ലോ ഈ തുടക്കം ഇവിടുന്ന് തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഞെറിവ് വെച്ച് നോക്കുക കേട്ടോ. സെൻറ്ററും ഓക്കെ അല്ലേന്ന് ഞെറിവ് വെച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു ഞെറിവിട്ടു. ചെറിയ ഞെറിവിട്ടാൽ മതി കേട്ടോ, അതായിരിക്കും ഭംഗി ഉണ്ടാവുക വലിയ ഞെറിവിനേക്കാളും. ഇനി മുൻഭാഗത്ത് നമുക്കൊരു ഓപ്പൺ വേണമെന്ന് ആഗ്രഹിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ, ഒരു പ്രയാസമില്ല. ഒരു ഓപ്പൺ ചെയ്തിട്ടാൽ മതി. ഒരു ചെറിയ ഞെറിവും കൂടെ കൊടുത്താൽ ഇവിടെ ഓക്കെ, ഇവിടെ കറക്റ്റായി വരും കേട്ടോ. കണ്ടോ, ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചിങ് ആണ്. ഇനി നൈറ്റിയിൽ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് ഈ ഫ്രില്ലഡ് നൈറ്റി. ഇത് പക്ഷേ എല്ലാവരും പറയലും ഇത് എഫേർട്ടാണ്, ഇത് ബുദ്ധിമുട്ടാണ്, ഇത് പിന്നെന്താ പറയുക കഴിയൂല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇത് സിമ്പിളാണ്. നമുക്ക് ഞെറിവിടുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെ നെക്കൊക്കെ നമുക്ക് പൈപ്പിംഗ് വെക്കുക, പിന്നെ അത് ക്രോസ് പീസായിട്ട് ചെയ്യുക, കുറേ കാര്യങ്ങൾ നമ്മളിതിൽ നമുക്ക് സുഖകരമായ ഒരു കാര്യമാണത്. ഇനി നമ്മൾ ക്രോസ് പീസ് എടുക്കുകയാണ് കേട്ടോ. ക്രോസ് പീസ് എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് നെക്ക് ഇത് ചെയ്യണം. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഷോൾഡറും കൂട്ടാം കേട്ടോ. ാണ് അപ്പോൾ എന്നും പറയും ഒരു നൈറ്റ് അടിച്ചെന്നൂടെ എന്നൊക്കെ.
അപ്പോൾ നമ്മളെ തിരക്കുകൊണ്ട് നമുക്കൊരു നൈറ്റ് അടിക്കാനോ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും കുറേ പേര് ആവശ്യപ്പെടുന്നത് ഈ നൈറ്റി, അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് മോൾക്ക് ഒരു സർപ്രൈസും നിങ്ങൾക്കൊരു ഉപകാരം ആവട്ടെ വിചാരിച്ചിട്ടാണ് ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇനി നമ്മൾ ബാക്ക് നെക്കിൽ ഇപ്പം ഞാൻ നിങ്ങളടുത്ത് നമ്മൾ നെക്കിന് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ക്രോസ് പീസ് എടുക്കുമ്പോൾ ക്രോസായ പീസിനെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തുണി ഇത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ക്രോസ് ആണല്ലോ, കണ്ടോ ഇത് ക്രോസ് ആയിട്ടല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിത് കട്ട് ചെയ്താൽ കറക്റ്റ് ക്രോസായി വന്നു അല്ലേ. അപ്പോൾ ഇതിനെ മടക്കുക. ഓക്കെ, ഇതിനെ മടക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് മതി കേട്ടോ. 1.5 ഇഞ്ചിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. രണ്ടും കൂടി മടക്കി ചെയ്യാതെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സിമ്പിളായിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അതേപോലെ ഇങ്ങനെ വെക്കുക, സിമ്പിളായിട്ട് ചെയ്യാം. ചെയ്തിട്ട് വെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് തുണി കുറവാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ കഴിയും. തുണി നമ്മൾ ഉദ്ദേശിച്ച തുണി ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് സിംഗിളാകുമ്പോൾ, ഡബിളായി മടക്കുമ്പോൾ കുറച്ചും കൂടെ തുണി നമുക്ക് വേണം അല്ലേ. അപ്പോൾ സിംഗിളായി മടക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും, പിന്നെ കൂടുതൽ തുണിയും വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു. ഈ ഷോൾഡർ ഭാഗം ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഇതിനെ നമ്മൾ ബാക്കിലോട്ട് മടക്കുക ചെയ്തത്. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മടക്കി കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് മടക്കുമ്പോൾ ഈ തുമ്പിനെ കവർ ചെയ്യുക ആദ്യം, കണ്ടോ. ആദ്യം നമ്മൾ തുമ്പിനെ കവർ ചെയ്തു, എന്നിട്ട് നമ്മൾ വീണ്ടും മടക്കുമ്പോൾ കണ്ടോ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ തുമ്പിനെ കവർ ചെയ്ത് കണ്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ഈ മുകൾ ഭാഗത്തായിരിക്കണം സ്റ്റിച്ച് ഇടുന്നത് കണ്ടോ. ഇവിടെയാണ് സ്റ്റിച്ച് ഇടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പോയോന്നൊരു തുമ്പിൻ്റെ ഉള്ളിലോട്ട് ഇത് മടക്കുക കണ്ടോ. തുമ്പ് ഉൾവശത്തേക്ക് വരണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ഇടേണ്ടത് കണ്ടോ. അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് ഒരു കാരണവശാലും നൈറ്റിൻ്റെ തുണിമക്ക് പോവരുത്. നമ്മൾ ഈ പീസുമൊക്കെ പോകാൻ പാടുള്ളൂ കേട്ടോ. ഈ പീസുമൊക്കെ പോകാൻ പാടുള്ളൂ. നൈറ്റിൻ്റെ തുണിമക്ക് ഒരു കാരണവശാലും പോവരുത് കേട്ടോ. അതേപോലെ ഇവിടെ നിവർത്തി പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്യാം കണ്ടോ. ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പീസിനെ ഇത് കത്രിക തട്ടരുത് കേട്ടോ, കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇതും മടക്കി, എന്നിട്ട് ഇങ്ങോട്ട് മടക്കി കണ്ടോ. ഒരു കറക്റ്റ് ഫിനിഷിങ് വന്നില്ലേ. ഇതേപോലെ എന്തിനും ഇപ്പം നമ്മൾ ഒരു ചുരിദാർ ലൈനിങ് ഇല്ലാത്ത ചുരിദാർ ചെയ്യുകയാണെങ്കിലൊക്കെ ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. നെക്കിന് ഇനിയിപ്പോൾ ഫ്രണ്ട് പീസിൽ തന്നെ നമ്മളിങ്ങനെ പൈപ്പിംഗ് ചെയ്ത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ക്രോസ് പീസ് ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിലൊക്കെ ഇതേപോലെ ചെയ്യാം. ഇതേപോലെ ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റേതായ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല, സ്റ്റിച്ചിങ് ഒന്നും കാണുന്നില്ല, കറക്റ്റ് അതിൽ കിട്ടും.
സ്റ്റിച്ച് ചെയ്യണ സമയത്ത് എങ്ങാണ്ട് തുണി ചുളുങ്ങി പോകണമെങ്കിൽ സ്റ്റാൻഡ് പൊക്കിയിട്ട് സൂചി എടുക്കാൻ പാടില്ല, തുണിയിലൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് വീണ്ടും റെഡിയായി കിട്ടും കേട്ടോ. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഇത് അത്ര തുമ്പ് വേണ്ട, ഈ തുമ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതിനങ്ങോട്ട് മറിക്കുക. ഓക്കെ, ഇങ്ങോട്ട് മറിച്ചിട്ട് വീണ്ടും ഈ ഷോൾഡർ മക്കാണ് കേട്ടോ വെക്കേണ്ടത്. മടക്കിയത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കണ ഈ തുണീനെ ഉള്ളോട്ട് മടക്കി. ഓക്കെ, ഉള്ളോട്ട് മടക്കിയാൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഉള്ളോട്ട് മടക്കിയിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് മടക്കി കേട്ടോ, ഷോൾഡറിലേക്ക് മടക്കി. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഷോൾഡർ ഒന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെ കണ്ടോ ബാക്ക് പീസിൻ്റെ നെക്ക് വളരെ ഫിനിഷിങ് ആയിരിക്കും കണ്ടോ. ഇത് 2 സ്റ്റിച്ച് ഇവിടെ അങ്ങനെ ഉണ്ടാവും, അത് ഇതിന് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ പുറത്ത് നമുക്ക് ഒറ്റ സ്റ്റിച്ചേ ഉണ്ടാവുള്ളൂ, നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മളിതിൻ്റെ കൈ വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൈക്ക് വട്ടുണ്ടോ നോക്കണം, കട്ട് ചെയ്ത പീസ് ഓക്കെ ആണോ എന്ന് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ വെച്ച് നോക്കി കണ്ടോ. ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ചില പീസ് ഉണ്ടാവില്ല, അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു. ഓക്കെ, സെൻറ്ററിൽ കട്ടിങ് ഇട്ട് കൊടുത്തു. ഇത് ചെറുതും വലുതുമായിട്ടാണ് കൈ നിൽക്കുന്നത്, അത് നമ്മൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. കൈ ചെറുതും വലുതുമായിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ കയ്യിറക്കം ഇല്ലാച്ചിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കയ്യിറക്കം ഉള്ളവർക്കൊന്നും ഇങ്ങനെ വെട്ടിക്കൂട്ടരുത് കേട്ടോ, നല്ലോണം കരുതണം. കാരണം പിന്നീട് ആ തുണി നമുക്ക് ഉണ്ടാവില്ല. ഒരു കുഞ്ഞു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതും അതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കൈ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭാഗവും ഇതാണ് നല്ല വശം. അപ്പോൾ നല്ല വശവും ഒന്നിച്ച് വെക്കുക. ഈ സെൻറ്ററിൽ നിന്ന് തുടങ്ങുക കേട്ടോ. ഒരു കാരണവശാലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലേക്ക് പോകരുത്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളെ കട്ടിങ്ങിൽ ചെറിയ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ കൈ തികയായോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഒരു പക്ഷേ കട്ടിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നികത്തൽ നമ്മളെ ഇതിലാണ് കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമുക്ക് നികത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇതും ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ. ഫാമിലി മെമ്പേഴ്സിനും അതേപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ് ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും പഠിക്കാൻ കഴിയണമെങ്കിൽ പഠിക്കട്ടെ. ഓക്കെ, അവനവൻ്റെതെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നമുക്ക് പൈപ്പിംഗ് കൊടുക്കുന്ന രൂപത്തിൽ പോലും ഇത് ഒരു ഉള്ളുത്ത പീസ് മാച്ച് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് കൊടുക്കുന്ന ഒരു രൂപത്തിലേക്ക് വരെ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ലേസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ സംഭവം ചെയ്യാതിരിക്കണ്ട. ഉള്ളിൽ വെക്കണ തുണീൻ്റെ കളറ് നമുക്ക് ഇതിന് ഏകദേശം മാച്ച് ആവണതാണെന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് തള്ളി ചെയ്ത് വിചാരിച്ചൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് വെക്കണ ഒരു ഫീലിങ്ങും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ചെയ്തു. അതേപോലെ ഈ ഭാഗത്തുനിന്ന് കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് സെൻറ്ററിൽ നിന്നായിരിക്കണം 2 വശത്തേക്കും പോണതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്കും പോവുകയാണ്.
ഇനി നമ്മൾ കൈ കൂട്ടുകയാണ് കേട്ടോ. ഈ 2 സൈഡ് കൂട്ടി നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യാം. അതിനുള്ള ഇതായി കേട്ടോ. ഇത് നമ്മളെ കൈക്ക് എത്രയാണോ ലൂസ് വേണ്ടത് ആ ലൂസിൽ നിന്ന് 1 ഇഞ്ച് തുമ്പിട്ടുകാണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കൈ ഒരു 7 ഇഞ്ച് ലൂസാണെങ്കിൽ ഇവിടുന്ന് ഒരു 7 ഇഞ്ച് ലൂസ് എടുത്തിട്ട് ഒരു 1 ഇഞ്ച് തുമ്പെടുത്താൽ മതി. അതെന്താണെന്ന് വെച്ചാൽ ഹാഫ് കൈ ആണ് കേട്ടോ. ഫുൾ കൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ തുമ്പെടുത്തോളി, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുത്തോളി കേട്ടോ. എന്നിട്ട് നമ്മളിത് സിമ്പിളായി സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ 2 വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് താഴ്ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഫ്രില്ലഡ് നൈറ്റിൻ്റെ വീഡിയോ പൂർത്തിയാവുകയാണ് കേട്ടോ. ഇതേപോലെ 2 വശം ചെയ്യാം. ഓക്കെ, നമ്മളിത് ഇറക്കത്തിലേക്ക് 3 കൂട്ടുക നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 കൂട്ടുമ്പോഴാണ് മുകൾ ഭാഗത്ത് നമ്മൾ ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ചിങ് വരുമ്പോൾ 1 ഇഞ്ച് തുമ്പ് പോകും. അപ്പോൾ നമുക്ക് മടക്കി അടിക്കാനും പിന്നെ എല്ലാം കൂടെ 3 ഇഞ്ച് വേണം. അതുകൊണ്ടാണ് 3 ഇഞ്ച് കൂട്ടാൻ പറയുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റിക്ക് 2 ഇഞ്ചാണ് നമ്മൾ കൂട്ടാറ്. ഇത് 3 ഇഞ്ച് കൂട്ടാനുണ്ടായ കാരണം അതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 വശം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓരോ ഇഞ്ചാണ് വിട്ടത്. ഇതിൻ്റെ അടിവശം അടിക്കുക കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. നൈറ്റി ആകുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് അടിവശം ഉണ്ടാവുക. സൈഡ് മാത്രമാണ് കർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 മടക്ക് ഒന്നിച്ചാണ് കേട്ടോ മടക്കുക. മതി. നമ്മളെ നൈറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 3 പീസ് കട്ടാണ്. ഫ്രണ്ടിൽ കണ്ടോ 3 പീസ് കട്ടാണ്. ഇത് നമ്മൾ പൈപ്പിംഗ് കൊടുത്തതല്ല, അപ്രതീക്ഷിതമായി ആയിപ്പോയതാണ്. ഉള്ളിൽ കൊടുത്ത ബ്ലൂ പീസില്ല, അത് പുറത്തോട്ട് വന്നപ്പോൾ അതിനൊരു ഫിനിഷിങ് ഉണ്ട് തോന്നി. അപ്പോൾ അങ്ങനെ തന്നെ നിന്നോട്ടെ വിചാരിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ സിമ്പിളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ കട്ടിങ്ങും ഇതേപോലെ തന്നെ ഞെറിവ് കൊടുത്തതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇൻഷാല്ല എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ 6 മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട്. 500 രൂപ അഡ്മിഷൻ ഫീല്. ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഫോട്ടോ വിട്ടെന്നാൽ മതി. ആ മോഡൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ എടുത്ത് വിട്ടരും. പിന്നെ പാൻറ്, ഷർട്ട്, ആരി വർക്ക്, കോട്ട് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും അഡ്മിഷൻ ഫീ മാത്രമേ ഉള്ളൂ. പിന്നെ ആരി വർക്ക് നമ്മൾ അഡ്വാൻസ്ഡും പിന്നെ ബേസിക്കും കൂടെ നമ്മൾ ചെറിയ ഫീലാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും മികച്ച ഒരു ക്ലാസ്. മിക്ക ആൾക്കാർക്കും തോന്നും ഓൺലൈനല്ല പഠിക്കാൻ കഴിയുമെന്നൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ പോലും ഓഫ്ലൈനേക്കാൾ ഉപകാരപ്രദമായി എൻ്റെ സ്റ്റുഡൻറ്റ് നിലവിലുള്ള മസാല ഒരുപാട് സ്റ്റുഡൻ്റ് ഉണ്ട്. എല്ലാവരും ഫീഡ്ബാക്കും അതാണ്. ഞങ്ങൾക്ക് ഓഫ്ലൈനേക്കാളും ഉപകാരപ്രദമായി. ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സിന് പോയവരാണ് ഞങ്ങൾ. ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞവർ. എന്നിട്ട് ഞങ്ങൾക്ക് കോൺഫിഡൻറ്റ് കിട്ടിയില്ലായിരുന്നു കട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് അവരൊക്കെ പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒരു തൊഴിൽ ചെയ്യാൻ കഴിയാതിരിക്കണവരുണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ, ചെയ്യണം എന്ന് ആഗ്രഹിക്കണവർ മാത്രം വന്നാൽ മതി കേട്ടോ. പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. കാരണം ക്ലാസ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്റ്റുഡൻ്റ് ഒന്നും ഇത്ര ഫീഡ്ബാക്ക് പറയില്ല. മടിയുള്ള ഒരാൾ കയറി വരികയാണെങ്കിൽ അവരൊരു പക്ഷേ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും മടിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ നമ്മൾ എഫേർട്ടിലേക്ക് നോക്കുക, റിസൾട്ടിലേക്ക് നോക്കരുത്. റിസൾട്ട് നമ്മളെ പിറകെ വന്നോളൂ. അപ്പോൾ എഫേർട്ട് എടുക്കാൻ റെഡി ആയിട്ട് ആരുണ്ടെങ്കിലും ഇൻഷാല്ലാ A to Z എന്ന് പറയുന്നത് നമ്മളെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം. പിന്നെ ഓൺലൈനായിട്ട് റെക്കോർഡഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. നമ്മൾ പിന്നെ ലൈവായിട്ട് ക്ലാസ് തരും. ഇനി കട്ട് ചെയ്യാൻ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വന്നിട്ട് വീഡിയോ കോളിലൂടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആക്കി കട്ട് ചെയ്യുന്ന അത്രയും സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളെ കൂടെ നിൽക്കും. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. താല്പര്യമുള്ളവർ 80 86 82 49 49 പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.